വന്യജീവി സംരക്ഷണവും നിയന്ത്രണവും സംസ്ഥാന വിഷയമെന്ന് കേന്ദ്രം. 1972 വന്യജീവി സംരക്ഷണ നിയമം പരിഷ്കരിക്കാൻ ആലോചനയില്ല. വന്യജീവി ആക്രമണം തടയാൻ ധനസഹായം നൽകുന്നുണ്ടെന്നും ഹാരിസ് ബീരാൻ എംപിയുടെ ചോദ്യത്തിന് കേന്ദ്ര സർക്കാരിന്റെ മറുപടി. അനൂപ് ദാസ് തീരുന്നുണ്ട്. അനൂപ്, കേരളത്തിലെ ഈ സവിശേഷമായ സാഹചര്യം, ഓരോ ദിവസവും ഉണ്ടാകുന്ന ആക്രമങ്ങൾ, ഇതൊക്കെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ? കിട്ടിയ മറുപടി എന്താണ്? കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഈ വന്യജീവി സംഘർഷം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സംസ്ഥാനങ്ങളും ഒരുമിച്ച് കേന്ദ്രത്തെ സമീപിക്കാൻ ഒരുങ്ങുന്നുമല്ല. ഈ നിയമ പരിഷ്കരണത്തിന്, അതായത് നിലവിലുള്ള 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റമുണ്ടായാൽ മാത്രമേ ഈ മനുഷ്യരെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് കാര്യമായി രക്ഷിക്കാൻ കഴിയൂ എന്നൊരു വിലയിരുത്തൽ പൊതുവെ ഈ സർക്കാരുകൾക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ചോദ്യം ഹാരിസ് ബീരാൻ എംപിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്താണ് നിലവിലെ നടപടി, ഈ നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള ചോദ്യമായിരുന്നു. എന്നാൽ നിയമത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി. മാത്രവുമല്ല, ഈ വന്യജീവി വിഷയം അത് സംരക്ഷണമാണെങ്കിലും അല്ലെങ്കിൽ നിയന്ത്രണമാണെങ്കിലും ഒക്കെ സംസ്ഥാനത്തിൻ്റെ ചുമതലയിലുള്ള കാര്യമാണ് എന്നുകൂടി കേന്ദ്ര സർക്കാർ പറയുന്നു. എങ്കിലും ഈ വന്യജീവി സംഘർഷം തടയുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നുണ്ട് എന്ന മറുപടിയാണ് കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. അതായത് കേരളത്തിൽ തുടർച്ചയായി ഈ മനുഷ്യർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോഴും സംസ്ഥാന സർക്കാർ പറയുന്ന ഒരു കാര്യം, ഈ നിയമം പല കാര്യത്തിലും വിലങ്ങ് തടിയാണ്, ആ നിയമത്തിൽ പരിഷ്കരണം വേണം, അതിന് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നുള്ളതാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന സൂചനയാണ് ഈ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. വന്യജീവി സംരക്ഷണവും നിയന്ത്രണവും സംസ്ഥാന വിഷയമെന്നാണ് കേന്ദ്രം പറയുന്നത്. 1972 വന്യജീവി സംരക്ഷണ നിയമം പരിഷ്കരിക്കാൻ ആലോചന ഇല്ല എന്നാണ് ഹാരിസ് ബീരാൻ എംപിയുടെ ചോദ്യത്തിനായി കേന്ദ്ര സർക്കാർ മറുപടി നൽകുന്നത്.